ആ സമയത്താണ് പെട്ടെന്ന് അമ്പുക്ക് വിളിച്ചിട്ട് പറഞ്ഞു, എടാ നീ ഒരു കാര്യം നീ പിടിക്കാൻ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. എടാ ഒരാളങ്ങനെ പണം വേണ്ടെന്ന് വെച്ചാൽ നിന്റെ പണം അങ്ങനെ നിൽക്കാൻ പോകുന്നില്ല, യു ഷുഡ് കീപ് ട്രൈ എന്ന് പറഞ്ഞു. ഞാൻ ആര് ട്രൈ എന്ന് പറയും, ഒരു കാര്യം ചെയ്യും, ഞാൻ ദുൽഖറിനോട് പറഞ്ഞിട്ടുണ്ട്, നീ പോയി കഥ പറയാൻ പറഞ്ഞു. അങ്ങനെയാണ് അമ്പുക്ക വഴിയാണ് ഞാൻ ദുൽഖറിനെ പോയി കാണുന്നു. ദുൽഖറിനടുത്ത് സാധനം പറയുന്നു. ദുൽഖർ ഫസ്റ്റ് റൗണ്ടിലും കേട്ടപ്പോൾ കൈ വന്നു ചെയ്യാമെന്ന് പറഞ്ഞു. ഒറ്റ റൗണ്ടിൽ ഞാൻ ഒറ്റ മീറ്റിംഗ് ഉണ്ടായിരുന്നുള്ളൂ. ഐ ഹാഡ് ദ ഹോൾ ബൗണ്ട് സ്ക്രിപ്റ്റ്. അപ്പം ഞാൻ സിനിമ കാണുന്ന പോലെ നറേറ്റ് ചെയ്തത്. സോ ആ നറേഷനിൽ തന്നെ ദുൽഖറിന് മനസ്സിലായി എനിക്ക് പാടെടുത്ത് വെക്കാൻ അറിയാമെന്ന് മനസ്സിലായി. ആൻഡ് ഈസ് വെരി സപ്പോർട്ട്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, പറഞ്ഞ പോലെ തന്നെ പിന്നെ എക്സ്പെരിമെൻ്റ് ആണല്ലോ, അത് ദുൽഖർ നന്നായിട്ട് അറിയാം. അപ്പോൾ ഞങ്ങൾ വി മേഡ് ഷുവർ ദാറ്റ് വി റാപ്പ് ദ ഹോൾ മൂവി വിത്ത് എ ബഡ്ജറ്റ് ഓഫ് 2 crores. അപ്പോൾ ആ പടം ഭയങ്കര പ്രോഫിറ്റാണ്. അതായത് ആ പടം നഷ്ടം വന്നിട്ടില്ല. ഐ നോട്ട് സെയിങ് എ ഹ്യൂജ് സക്സസ്, ഭയങ്കര ഗ്രോസർ അങ്ങനെയൊന്നുമല്ല. ഒരു എനിക്ക് 20-30% പ്രോഫിറ്റ്. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ എൻ്റെ രണ്ടാമത്തെ സിനിമ ചെയ്തപ്പോഴും മറ്റേ യൂട്യൂബ് റൂട്ട്സ് ഞാൻ ചെയ്തപ്പോഴും അതിലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സെർട്ടൺ ഒരു 1.5 crores ഉള്ളിൽ തീർത്തണം. അപ്പം അതും ഒരു 30-40% പ്രോഫിറ്റിലാണ് പടം തീർന്നത്. സോ അപ്പോൾ ഞാൻ അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം വെച്ചാൽ ഈ പ്ലാനിങ്ങും മാനേജ്മെൻറ്റും ഇങ്ങനെ ആയതുകൊണ്ട് ഒന്നും ലോസ് വന്നിട്ടില്ല. ഇവിടെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ ഇഫ് യു മേക്കിംഗ് എ ബഡ്ജറ്റ് ഓഫ് 15-20 crores ഉണ്ടോ, അത് ബ്രേക്ക് ഈവൻ ആയില്ലെങ്കിൽ ദാറ്റ് വിൽ ബി എ ടോട്ടൽ ലോസ് ഓൾ ടുഗദർ. ചില സമയത്ത് നമുക്ക് റിസ്ക് എടുത്തേ പറ്റും. പക്ഷെ എനിക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ സബ്ജക്ട്സ് ആയതുകൊണ്ട് എനിക്ക് ഈ സെർട്ടൺ ബഡ്ജറ്റ് ഒന്നും എനിക്കറിയാം, ബ്രേക്ക് ഈവൻ ആവും, ടെൻഷനൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട്. സോ അങ്ങനെയാണ് തീവ്രത്തിൻ്റെ സംഭവം ഉണ്ടായെന്ന് ഞാൻ പറയാം.